നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ആത്മാവിൻ്റെ കർമ്മകാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഒരു മരണശേഷം ഈ ആത്മാവിൻ്റെ അവസ്ഥകൾ ഗരുഡ പുരാണത്തിൽ ആത്മാവ് അനുഭവിക്കുന്ന യാതനകളെ പറ്റിയും പുണ്യപാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആത്മാവ് നേരിടുന്ന വിഷയങ്ങളെ പറ്റിയും ഒരു അധ്യായം തന്നെ പറയുന്നുണ്ട്. ശാസ്ത്രം പറഞ്ഞത് പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോക്തം സൂക്ഷ്മാംഗം ഭോഗ സാധനം. ജീവാധിഷ്ഠിതമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിന് മോക്ഷം കിട്ടുന്ന അവസരത്തിങ്കൽ മാത്രമേ വിനാശം സംഭവിക്കുള്ളൂ, ആത്മാവിൻ്റെ ജനന മരണക്കടക്ക് തീരുള്ളൂ. ഈ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് വരെ ഈ ജീവാത്മാവ് യഥാ പ്രാരാബ്ധം ഓരോ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നത് വരെ ആത്മാവ് ജനന മരണ പ്രക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. മുജ്ജന്മത്തിലോ ഈ ഇഹ ജന്മത്തിലോ ചെയ്ത ഗുണദോഷങ്ങൾ ആശ്രയിച്ചായിരിക്കും നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള കണക്കുകൾ ലഭ്യമാകുന്നത്. സുകൃതം ദുഷ്കൃതം വാപി ഭുക്ത്വാ പൂർവം തഥാ ആർജിതം കർമ്മയോഗാ തഥാ തസ്യ കശ്ചിത് വ്യാധി പ്രചായത്തെ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യ പാപകർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും അനുഭവങ്ങൾ നേടേണ്ടി വരിക. അപ്പം പാപം ചെയ്തവർ ഈ ജന്മത്തിൽ നിരവധി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് ആ പാപകർമ്മങ്ങളെ പരിഹരിക്കാത്തിടത്തോളം കാലം ഈ ആത്മാവ് മരിച്ചാലും ആത്മാവിന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനായിട്ട് വീണ്ടും 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 യുഗങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പാപകർമ്മങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ തൻ്റെ പുത്രപൗത്രാദികൾ വേണ്ടുന്ന വണ്ണം ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവ് പിശാചത്വം പ്രാപിച്ച് അലയും. അപ്പോ ശാസ്ത്രം പറയുന്നു, ഫുങ്തേ പിണ്ഡം സുതൈർത്തത്തം ദാനം ചാതുരകാലികം തഥാപി നാസ്തികാസ്താർക്ഷ്യ തൃപ്തിം യാതി ന പാതകി. അപ്പോൾ ഈ ആത്മാവിൻ്റെ പുത്രനോ പൗത്രനോ അല്ലെ കർമ്മം ചെയ്യാൻ അർഹതയുള്ളവരോ അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ അവകാശമുള്ളവരോ ഈ ആത്മാവിന് ചെയ്യുന്ന പിണ്ഡം ഈ ആത്മാവ് ഭുജിക്കുന്നു. എന്നാൽ തന്നെയും
ആത്മാവിന് തൃപ്തിയുണ്ടാവില്ല. പാപകർമ്മങ്ങളാൽ അലയാൻ ഇടയും വരും. അപ്പോ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആത്മാവ് പൈശാചിക ഘട്ടത്തിലേക്ക് എത്തി അലയാനായിട്ട് പ്രാപ്തമാക്കും. പാപിനാം നോപതിഷ്ഠന്തി ദാനം ശ്രാദ്ധം ജല അഞ്ജലി അദക്ഷുത് വ്യാകുലായാന്തി പിണ്ടാദാന ഭുജോപിതേ ഭവന്തി പ്രേതരൂപാസ്തേ പിണ്ടദാന വിവർജിത ആകൽപ്പം നിർജനാരണ്യ ഭ്രമന്തി ബഹു ദുഃഖിത. അപ്പൊ ഈ ശ്രാദ്ധമൂട്ടുന്നവര് നൽകുന്ന ദാനം, ശ്രാദ്ധപിണ്ഡം, ജലം കൊണ്ടുള്ള അഞ്ജലി തുടങ്ങിയ ക്രിയകളിലൂടെ പാപകർമ്മങ്ങൾ കൂടുതൽ ചെയ്ത ആത്മാക്കൾ തൃപ്തിയിലേക്ക് വരില്ല. അവര് വിശപ്പടക്കാനാകാതെ അലഞ്ഞു നടക്കുന്നു. പിണ്ഡം, ദാനം ഇവ കിട്ടാത്തവർ പ്രേതാത്മാക്കളായി പ്രളയകാലം വരെ വ്യാകുലരായി അലഞ്ഞു തിരിഞ്ഞു നടക്കും. അദോദദ്യാ സുതപിണ്ഡാൻ ദിനേഷു ദശ സുദ്വിജ പ്രത്യഹന്തേ വിഭജ്യന്തേ ചതുർഭാഗേ ഖഗോത്തമ. മരണം സംഭവിച്ചാല് തുടർന്ന് 10 ദിവസം പിണ്ഡദാനം നടത്തണം. ഇപ്രകാരം വയ്ക്കുന്ന പിണ്ഡത്തില് 2 ഭാഗം മൃതദേഹങ്ങളുടെ പഞ്ചഭൂതങ്ങളുടെ പുഷ്ടിക്കും, 3-ാമത്തെ ഭാഗം യമദൂതന്മാർക്കും, 4-ാമത്തെ ഭാഗം പ്രേത ആത്മാവിൻ്റെ ആഹാരത്തിലും ഭവിക്കുന്നു. ഇപ്രകാരം 10 ദിവസം പിണ്ഡം വയ്ക്കുകയും അവ ഈ ആത്മാക്കൾ ഭുജിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിന് പിണ്ഡജമായ ഒരു ശരീരം ലഭിക്കുന്നു. പ്രഥമേഹനീയ പിണ്ഡ സ്തേനമൂർധ്വാ പ്രജായത്തെ ഗ്രീവാസ്കന്ധൈ ദ്വിതീയേന തൃതീയാത് ഹൃദയം ഭവേൽ. പ്രേതാത്മാവിന് 1-ാം ദിവസത്തെ പിണ്ഡം കൊണ്ട് ശിരസ്സുണ്ടാകുന്നു. 2-ാം ദിവസത്തെ പിണ്ഡത്തിൽ കഴുത്തും തോളും, 3-ാം ദിവസത്തെ പിണ്ഡം കൊണ്ട് ഹൃദയവും ഉണ്ടാകുന്നു. ചതുർഥേന ഭവേത് പൃഷ്ടം പഞ്ചമാനാഭിമേവച ഷഷ്ടേജ സപ്തമേ ചൈവ കടി ഗുഹ്യം പ്രചായത്തെ. 4-ാം ദിവസത്തെ പിണ്ഡം കൊണ്ട് പൃഷ്ഠവും, 5-ാം ദിവസം നാഭിയും, 6ഉം 7ഉം ദിവസങ്ങളിലായി അരക്കെട്ടും ഗുഹ്യ അംഗങ്ങളും
ഉണ്ടാകുന്നു. ഊരുസ്യാച്ച അഷ്ടമേ ജൈവ ജാനഘ്രി നവമേ തഥാ നവഭിർ ദേഹമാസാദ്യ ദശമേഹനി ക്ഷുധാതൃഷ. 8-ാം ദിവസം കൊണ്ട് തുടകളും 9-ാം ദിവസം കൊണ്ട് കാൽമുട്ടുകളും പാദങ്ങളും 9-ാം ദിവസത്തെ പിണ്ഡം കൊണ്ട് പിണ്ഡകൃതമായ പുതു ശരീരവും ആത്മാവിന് ലഭിക്കുകയും 10-ാം ദിവസം ചെയ്യുന്ന പിണ്ഡത്താൽ ആത്മാവിന് വിശപ്പും ദാഹവും ഉണ്ടാവുകയും ചെയ്യും. പിണ്ഡജം ദേഹമാശ്രിത്യ ക്ഷുധാവിഷ്ട സതൃഷാർദിത ഏകാദശം ദ്വാദശം ച പ്രേതോ ഭുങ്ക്തേ ദിനദ്വയം. 11-ഉം 12-ഉം ദിവസം നടത്തുന്ന പിണ്ഡങ്ങളെ കൊണ്ട് ആത്മാക്കൾ വിശപ്പും ദാഹവും അടക്കുന്നതാണ്. ബ്രാഹ്മണകർമ്മത്തിൽ 11-ാം ദിവസം പിണ്ഡകർമ്മവും തുടർന്ന് സപണ്ഡീകരണവും നടത്തും. 41-നോ 1 വർഷമോ തികഞ്ഞ് സപണ്ഡീകരണം ചെയ്യാം എന്ന് നിയമം. അത് കാലസ്ഥിതിയും ആചാരങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് വ്യത്യാസങ്ങൾ വരും. 16-ാം ദിവസങ്ങൾ ക്രിയകൾ ചെയ്യുന്നതായും ചില സമ്പ്രദായങ്ങളിൽ ഉണ്ട്. അതൊക്കെ ഓരോ കുലാചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരിക. ഈ ബ്രാഹ്മണ കർമ്മത്തില് ബലി മരണം നടന്നതിൻ്റെ 2-ാം ദിവസം മുതൽ ആരംഭിക്കും. 11-ാം ദിവസം പിണ്ഡകർമ്മവും പുണ്യാഹാദി ക്രിയകളും ഒക്കെ ചെയ്യും. ഓരോ സമ്പ്രദായങ്ങളിൽ അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പ്രകൃതോസ്മാൻ ലോകാൻ ഇതി പ്രേതഃ. പ്രകൃതോ അസ്മാൻ ലോകാൻ ഇതി പ്രേതഃ. മരണം സംഭവിച്ച ശേഷം ഈ ബലിക്രിയകൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് ആയിരക്കണക്കിന് ശ്രാദ്ധം നടത്തിയാലും അയാളുടെ പ്രേതത്വം ആത്മാവിൽ നിന്നും വിട്ടുപോവുകയില്ല. അതായത് പ്രേത ആത്മാവിന് മുക്തി ലഭിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു മരണം നടന്നാൽ വിധിയാവണ്ണമുള്ള ക്രിയാപദ്ധതികൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിവുള്ള ആചാര്യന്മാരെ കൊണ്ട് ആത്മാവിന് വേണ്ടുന്ന ക്രിയാപദ്ധതികൾ ചെയ്യിക്കണം. യതിമേഹി ഭവേത് രാജാൻ വിധിർ നാരായണോ മഹാൻ യദഗ്രേ വേദമന്ത്രൈശ്ച ക്രിയാ സർവൗർധദേഹി തഥാ നശ്യന്തി മേ നൂനം പ്രേതത്വം നാത്ര സംശയ വേദമന്ത്രസ്തപോദാനം യഥാ സർവത്ര ജന്തുഷു.
സുശാസ്ത്ര ശ്രവണം വിഷ്ണു പൂജാ സജ്ജന സംഗതി പ്രേതയോനി വിനാശായ ഭവന്തി മയാ ശ്രുതം. പ്രേതത്വം വിട്ടുപോകാതെയുള്ള ദുർമരണ ഘട്ടങ്ങളിൽ, അതായത് ദുർമരണം, അകാലമരണം, ആത്മാഹുതി, ആത്മഹത്യ, ചില ദോഷനക്ഷത്രങ്ങൾ, കരിനാൾ പോലെയുള്ള നക്ഷത്രങ്ങളിൽ, ആഴ്ചകളിൽ, തിഥികൾ, ദോഷമുള്ള ആഴ്ച, നക്ഷത്രം, തിഥി, ഇതിലൊക്കെ മരണം സംഭവിച്ചാൽ ഉചിതമാകുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യണം. നാരായണ ബലി നടത്താം. അങ്ങനെയുള്ള പൂജാകർമ്മങ്ങളൊക്കെയും ചെയ്ത് വേദമന്ത്രോച്ചാരണം, ധ്യാനം, ദാനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, പശു, പക്ഷികൾ, മറ്റ് ജീവജാലങ്ങൾ, ഇവരോടൊക്കെയും ഭക്ഷണങ്ങൾ, കരുണാകരമായ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യണം. പുരാണശ്രവണങ്ങൾ കേൾക്കണം. ഭാഗവത പാരായണം, രാമായണ പാരായണം, ശിവപുരാണം, സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവി ഭാഗവതം, അതുപോലെ തന്നെ വിഷ്ണു പൂജ, സായുജ്യ പൂജ, ഇത്തരത്തിലുള്ള കർമ്മകാര്യങ്ങളൊക്കെയും ചെയ്താൽ ഈ പ്രേത ആത്മാവിന് മുക്തി ലഭിക്കുമെന്ന് ഗരുഡപുരാണം പറയുന്നു. നാനാജന്തു ശരീരാണി പര്യായേന പ്രവിശ്യഹി വാസനാവശഗോ ജീവ അമുക്തേ സംസരത്യസൗ ശേഷക്രിയാതിരഹിത പ്രേതകർമ്മ ബഹിഷ്കൃത പിശാച ദേഹമാശ്രിത്യ പിശിദാശി ചരത്യസൗ. മരണപ്പെട്ടവന്റെ, മൃതരായിരിക്കുന്നവരുടെ ആ ജീവൻ ശ്രാദ്ധകർമ്മങ്ങളെ തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് ഭക്ഷണം തരൂ, വെള്ളം തരൂ എന്ന് ഈ ആത്മാവ് യാചിച്ചുകൊണ്ടിരിക്കും. ഈ ആത്മാവ് അവശഗതനായി ജീവൻ നാനാജന്തു ശരീരങ്ങളില് മാറി മാറി പ്രവേശിച്ച് മോക്ഷം ലഭിക്കുന്നത് വരെ ശരീരം എടുത്തുകൊണ്ടേയിരിക്കും. ഈ പ്രേത ആത്മാക്കൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ വേണ്ടും വണ്ണം ചെയ്യാതെ പോയാൽ നിരാശ്രയത്താൽ ഈ ആത്മാവ് പിശാചത്വം പ്രാപിക്കും. അങ്ങനെ പിശാചത്വം പ്രാപിച്ചാൽ എന്താ പറ്റുക? സ്വജനാം ബാധമാനസ്തേ ചരന്തേ ഇതി കലുസ്മൃതി. സ്വജനങ്ങൾക്ക് ബാധയായിത്തീരും, ഉപദ്രവമായിത്തീരും. ആ കുടുംബങ്ങൾക്ക് നാശം സംഭവിക്കും, ദുരിതങ്ങൾ സംഭവിക്കും, ഉയർച്ച ഉണ്ടാവില്ല, ഗതി ഉണ്ടാവില്ല, സന്താനപ്രാപ്തി ഉണ്ടാവില്ല, വംശക്ഷുതി സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി നമ്മൾ എപ്പോഴും പറയുന്നത് പോയി ബലിയിടൂ 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 എന്ന് പറയുന്നതിന്റെ കാരണം. ദുർദിനത്തിൽ മരണം സംഭവിച്ചാൽ വരുന്ന ദോഷമാണ് അകനാൾ, കരിനാൾ ദോഷം എന്നൊക്കെ പറയും.
ഈ കരിനാള് മരണപ്പെട്ടാൽ അടുത്ത് തന്നെ എന്തുണ്ടാവും? ആ വംശത്തിൽ ഒരു നാശമോ മരണമോ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ വാച്യം ഭവ്യം ആയി വരാം. അതുപോലെ തന്നെ പിണ്ടനൂല് ദോഷം, വസുപഞ്ചക ദോഷം, ബലി നക്ഷത്ര ദോഷം, ഇങ്ങനെയൊക്കെയുള്ളതായ ദോഷ നക്ഷത്രങ്ങളിലും മരണപ്പെട്ടാലും ഇതേ അനുഭവങ്ങൾ തന്നെ ചിന്തിക്കേണ്ടി വരും. അതൊക്കെ എന്ത് ചെയ്യണം? ഒരു ജ്യോതിഷിയെ അറിയാവുന്ന ഒരു ജ്യോതിഷിയോട് ഇതിനെപ്പറ്റി ആരായണം. ഈ മരണം കൊണ്ട് ദോഷമുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെ ഗുണദോഷ വിഷയങ്ങളെന്നൊക്കെ മനസ്സിലാക്കി ഉചിതമാകുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം യമരാജ ഹോമം, മൃത്യുഞ്ജയ ഹോമം, യമരാജ ബലി, സുഹൃത ഹോമം, ഇങ്ങനെയൊക്കെയുള്ളതായ ഹോമക്രിയാ പദ്ധതികളിലൂടെ ഇതിന് ശമനം ഉണ്ടാവാനായിട്ട് കാരണം വരാം. അതിലൂടെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഇടവരുന്നതാണ്. പ്രേതബാധ ദോഷങ്ങൾക്ക് പ്രതിക്രിയയായിട്ട് തിലഹോമാദി കർമ്മകാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. തിലഹോമം, ക്ഷേത്രപിണ്ഡം, വാവൂട്ടുക, ബലിക്രിയ, പ്രേതകോപം ശമിപ്പാൻ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉത്തമം. അപ്പം തിലഹോമം, ക്ഷേത്രപിണ്ഡം, വാവൂട്ട്, ബലിക്രിയ, പ്രേതകോപ ശമനം, ഇത്തരത്തിലൊക്കെയുള്ള കർമ്മകാര്യങ്ങൾ ചെയ്താൽ ഈ ദുരിതത്തിൽ നിന്നും മുക്തി നേടാം. ഈ ദുർദിനത്തിൽ മരിച്ചുണ്ടാകുന്ന അല്ലെ കരിനാള് ദോഷം തീർക്കുന്നതിന് ശാന്തി ഹോമം, ഭവനത്തിലെ ദോഷങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് വാസ്തുബലി അല്ലെ വാസ്തുഹോമം, രക്ഷോഗ്ന ഹോമം, ഇതൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ ഹോമങ്ങളൊക്കെയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർമ്മങ്ങൾക്കാണ് കൂടുതലും വരിക. ക്ഷേത്ര സങ്കേതത്തിൽ മരണം പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷകർമ്മങ്ങൾ ഉണ്ടായി ഇത്തരത്തിലുള്ള പ്രതിവിധി ക്രിയകളൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള കർമ്മകാര്യങ്ങൾ ആത്മാവിന് ഗതിയുണ്ടാവുന്ന കർമ്മകാര്യങ്ങൾക്ക് വിധിച്ചിട്ടുള്ള നിയമങ്ങളാണ്. വേണ്ടുന്ന കർമ്മകാര്യങ്ങൾ ആത്മാക്കൾ ചെയ്തില്ലെങ്കിൽ ആത്മാവ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയുണ്ടാവും എന്ന് ശാസ്ത്രം, ആചാര്യൻ വിധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു പൂർവജന്മ ആസ്ട്രോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ മരണം എന്താണെന്നും ജനനം എന്താണെന്നും ആത്മാവ് എന്താണെന്നും അതിൻ്റെ ക്രിയാപദ്ധതികൾ എന്താണെന്നും ഒന്നും മനസ്സിലാക്കാണ്ട് പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി എങ്ങനെയാ പഠിക്കാൻ പറ്റുക? ആത്മാവിനെ അറിഞ്ഞാലല്ലേ ആത്മാവിൻ്റെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ അറിഞ്ഞാൽ ദുഃഖം വരില്ല. അത് പറയുന്ന ഒരു നിയമമാണ്, അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതേ തസ്മാദേവം വിധിത്വൈഹം നാനുശോചിതു മർഹസി. ഇന്ദ്രിയങ്ങളാൽ കാണാൻ കഴിയാത്ത ആത്മാവിനെ അറിഞ്ഞാൽ നീ ദുഃഖിക്കേണ്ടി വരില്ല. അപ്പൊ ആത്മാവിനെ മനസ്സിലാക്കണം.
ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലാക്കണം, എൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കണം, ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ട് പോകും, അതിന് നമ്മളിവിടെ എന്ത് ചെയ്യണം? പുണ്യകർമ്മങ്ങളെ ആചരിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം, ഈശ്വരനാമങ്ങൾ ചൊല്ലണം, പുണ്യനദികളിൽ നീരാടണം, സാധുക്കളെ സഹായിക്കണം, ജീവജാലങ്ങളെ സംരക്ഷിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പുണ്യകർമ്മങ്ങൾ ചെയ്യണം. അതിലുപരി സദാ ദൈവനാമം ചെവിക്കൊള്ളുകയും രാമനാമം നാവിലുതിരുകയും ശിവനാമം ദൃഷ്ടിയിൽ കാണുകയും ദേവീനാമം ഹൃദയത്തിൽ കൊള്ളുകയും ചെയ്തു കൊള്ളണം. ആത്മാവിനെ മനസ്സിലാക്കുക. നീ ആരാണെന്ന് നീ സ്വയം തിരിച്ചറിയുക. അതിനാണ് ഈ വാക്യം കേൾക്കുവാനായി ഇടയുണ്ടാവുന്നത്. ഇത് പറഞ്ഞു തരാൻ തമ്പുരാൻ നിയോഗിച്ചത് ഈ ഉള്ളവനെ. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. മോക്ഷപ്രാപ്തിയിലേക്ക് എല്ലാ ആത്മാക്കൾക്കും ഗതിയുണ്ടാകുവാനായിട്ട് ഇടയാവട്ടെ. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.